ഹായ് നമസ്കാരം. ഇന്നുണ്ടാക്കാൻ പോകുന്നത് സവാള പക്കോടയാണ്. സവാള ഇതുപോലെ നൈസായിട്ട് അരിഞ്ഞ് ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഒരു 5-6 പച്ചമുളക് ഇതുപോലെ അരിഞ്ഞതും അത് ആഡ് ചെയ്ത് കൊടുക്കുക. ചോപ്പ് ചെയ്ത് ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു ചെറിയ ടേബിൾ സ്പൂൺ നല്ല ജീരകവും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് കൈകൊണ്ട് യോജിപ്പിച്ചെടുക്കുക, മിക്സ് ചെയ്ത്. ഓക്കെ, അതിനുശേഷം നമ്മളിതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ഉപ്പാണ്. ഉപ്പ് നിങ്ങളുടെ പാകത്തിന് എത്ര വേണമെന്ന് വെച്ചാൽ അതും ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് 2 വലിയ ടേബിൾ സ്പൂൺ കടലമാവാണ്. അതും ഇതിലേക്ക് ആഡ് ചെയ്യുക. ഈ സമയത്ത് ഒരു അല്പം പച്ചവെള്ളം കൂടി ഒഴിച്ച് നമ്മളിത് മിക്സ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ അതിലേക്ക് ഇനി ആഡ് ചെയ്യുന്നത് ചെറിയ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ചെറിയ ടീസ്പൂൺ മുളക് പൊടി. ഇതും നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൈകൊണ്ട് യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം പാൻ ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ചെറിയ ചെറിയ ബൗളുകളായിട്ട് നമുക്ക് ഈ സവോള അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഈ സവോള മിക്സ് ചെയ്തില്ലേ, അതിലേക്ക് ഒരു അല്പം കായപ്പൊടി ഇട്ട് കൊടുക്കുന്നത് രുചി കൂട്ടുന്നതാണ്. അപ്പോൾ ഇതുപോലെ ചെറിയ ബൗളുകളായിട്ട് നമ്മൾ എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു നല്ല രീതിയിൽ മുരിച്ചെടുക്കണം. മുരിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും, ഈ കളറിലാവുമ്പോൾ മാത്രം ഇത് കോരി മാറ്റി വന്നതാണ് നല്ലത്. അപ്പോഴാണ് ഇതിൻ്റെ ക്രിസ്പിനെസ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇത് ഈ സമയമായി കഴിയുമ്പോൾ ഈ ഒരു കളറിൽ വരുമ്പോൾ മാറ്റിയതാണ് ഈ കാണുന്നത്. സോ ഇത് നിങ്ങൾക്ക് സെർവ് ചെയ്യാൻ പറ്റുന്നത് ടൊമാറ്റോ സോസിൻ്റെ കൂടെയാണ്. ഞാനിത് ടൊമാറ്റോ സോസിൻ്റെ കൂടെയാണ് സെർവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, വളരെ ടേസ്റ്റിയാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.